ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ വൈപ്പിനിലെ ചീനവലകളെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്നതുപോലെ പറഞ്ഞു തരാൻ വേണ്ടിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. കരയിൽ നിന്നും ആഴം കുറഞ്ഞ ഭാഗങ്ങളിലേക്ക് നാട്ടുന്ന അസാധാരണമായ ഒരു മത്സ്യബന്ധന സംവിധാനമാണ് ചീനവല എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്നതല്ലേ. ദിനം പ്രതി ഒരുപാട് വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് വരുന്നത്. അവരോടെല്ലാം ഈ വലകൾക്ക് വളരെ രസകരമായ ചരിത്രമാണ് പറയാനുള്ളത്. ഈ വലകൾ ചൈനയിൽ നിന്നാണ് വന്നതെന്നാണ് വിശ്വാസം. ചൈനയുമായി കൊച്ചിക്ക് 5000 കിലോമീറ്റർ ദൂരമുണ്ടെങ്കിലും പണ്ടുകാലത്ത് കൊച്ചി സുഗന്ധദ്രവ്യങ്ങളുടെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നല്ലോ. അന്നുകാലത്ത് കൊടുങ്ങല്ലൂരിൽ നിന്നും ചൈനയിലേക്കും ചൈനയിൽ നിന്ന് ഇവിടേക്കും വ്യാപാരം നടന്നിരുന്നു. ചൈനയിൽ നിന്നും വന്ന പര്യവേഷകനായ ഷെങ് ഹെ ആണ് ചീനവലകൾ കൊച്ചിയിൽ കൊണ്ടുവന്നത് എന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ മക്കാവിൽ നിന്നും പറങ്കികളാണ് ചീനവലകൾ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നതെന്നും രണ്ടു വാദമുണ്ട്. ഇത് വളരെ വിശ്വസനീയമായ വാദമാണെന്ന് ചരിത്രകാരന്മാർ പറയുന്ന കാരണം ചീനവലയുടെ ഭാഗങ്ങൾക്ക് പോർച്ചുഗീസ് നാമങ്ങളാണെന്നുള്ളതുമാണ്. ഇങ്ങനെയാണ് ചരിത്രങ്ങളിലൂടെ കടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഗൈസ്. അങ്ങനെ വല നീട്ടി കിട്ടുന്ന മത്സ്യങ്ങൾ ഇവിടെ തന്നെയാണ് കച്ചവടം ചെയ്യുന്നതും ഗൈസ്. കണ്ടില്ലേ, നല്ല പിടക്കുന്ന കുട്ടൻകോരയും കണമ്പും തിരുതയും ചെമ്മിനും നങ്കും പല്ലിക്കോരയും അങ്ങനെ വിവിധ ഇനം മത്സ്യങ്ങൾ. പിന്നെ അങ്ങോട്ട് ഞണ്ടുമായുള്ള മൽപ്പിടുത്തത്തിലായിരുന്നു അവിടുത്തെ കച്ചവടക്കാരൻ. നല്ല മഴക്കോളിലും പണി തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും ഇത്തവണ പൊക്കിയ വലയിൽ അല്പം മീൻ കുറവായിരുന്നു. ആ പുള്ളിക്കാരനെ കണ്ടില്ലേ, വലയിലെ മീനുകളെല്ലാം ചെറിയ നെറ്റിലേക്ക് പകർത്തി മാറ്റുകയാണ്. അടുത്ത തക്കത്തിനായി വല താത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി പൊക്കുമ്പോഴെങ്കിലും മീൻ അധികം ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് അവിടുത്തെ ജീവനക്കാർ. ഇങ്ങനെ നീണ്ടു നിരന്ന് കിടക്കുന്ന ചീനവലകൾ തന്നെയാണ് വൈപ്പിൻ്റെ സൗന്ദര്യത്തെ മാറ്റുകൂട്ടുന്നത്. കണ്ടില്ലേ, എത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ കാണാൻ തന്നെ. ഇപ്പൊ പൊക്കിയ വലയിൽ മത്സ്യം അധികമൊന്നുമില്ല എങ്കിൽ പോലും നല്ല പിടക്കുന്ന മീനുകളാണ് കേട്ടോ. കണ്ടെയ്നറുകളുമായി മറുനാട്ടിലേക്ക് പോകുന്ന കപ്പലാണ് വരുന്നത് ഗൈസ്. കപ്പൽ അഴിമുഖത്തുകൂടി പോകുന്ന കാഴ്ച കാണാൻ തന്നെ വളരെ രസമാണ്. മഴയും കാറ്റും നല്ല ശക്തിയാൽ വീശുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെ അവിടുത്തെ പണിക്കാർ പണിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ചീനവലയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.